ആന്റണി, ഇത് ഡിവൈഎസ്പി ഫിറോസ്. അറിയാം സാർ. ആന്റണി ഞാൻ വിളിപ്പിച്ചത് ആ ആയിറിന്റെ ഫാദർ സാമുവൽ ജോസഫ് ഇല്ലേ, അയാളൊരു കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ആന്റണി ഈ കേസ് അന്വേഷിക്കേണ്ടാന്ന്, അത് സുതാര്യമാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പെറ്റീഷൻ. അല്ല, സാറിന് അറിയാവുന്നില്ല കാര്യങ്ങളൊക്കെ. ശരിയാണ്, പക്ഷെ ആ കുട്ടിയുടെ ഫാദർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് തരുമ്പോ തനിക്ക് ഊഹിക്കാലോ. ആ, ഫിറോസ് ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അതാ നല്ലത്. അപ്പോ എല്ലാം തീരുമാനിച്ചല്ലേ സാർ? ടെൻഷൻ വേണ്ട ആന്റണി, ഇതിപ്പോ ആ കുട്ടിയുടെ വീട്ടുകാരെയും പത്രപ്രവർത്തകരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ. അങ്ങനെ കണ്ടാൽ മതി, അതാ ആന്റണിക്ക് നല്ലത്. എന്തായാലും ഞങ്ങൾക്ക് ആന്റണി സംശയമൊന്നുമില്ല, അല്ലേ സാറേ? ഈ രാജീവ് ആരാ? ഈ കേസിലെ പ്രൈം സസ്പെക്ട് രാജീവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഹീസ് മിസ്സിംഗ് നൗ. എന്തായാലും ആ കേസിന്റെ ഫയലൊക്കെ എൻ്റെ ഓഫീസിലൊന്ന് എത്തിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. സാർ, അപ്പോൾ മഴ, നായക്കൽ, ഇത് രണ്ടും കാരണം ദ ഫോറൻസിക് ടീം couldn't find any fingerprints, right? അതെ സർ. ഓക്കെ വിദ്യ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. സർ, ഈ അയറിൻ്റെ ഫാദറിനെ കുറച്ചും കൂടിയും സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നുന്നു. എനിക്കെന്തോ അയാൾ പ്രശ്നക്കാരനാണോ? ഈ സാം വളർന്നത് കുട്ടിക്കാനത്തെ സെൻറ് ജോസഫ്സ് ഓർഫനേജിലാണ്. മറ്റുള്ള കുട്ടികളെക്കാളും ഐക്യു കൂടുതലായതുകൊണ്ട് അന്ന് അവിടുത്തെ സിസ്റ്റേഴ്സ് സാമിനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് വിട്ടിരുന്നു. ആൻഡ് ഹി വാസ് ക്ലിയർലി ദ ബെസ്റ്റ് അറ്റ് വാട്ട് എവർ ഹി ഡിഡ് വെറെവർ ഹി വാസ്. പഠനത്തിന് ശേഷം 2-3 ഫ്രണ്ട്സിൻ്റെ കൂടെ സാം എറണാകുളത്തൊരു സൈബർ സെക്യൂരിറ്റി കമ്പനി തുടങ്ങി. കമ്പനി വളർന്ന് വരുന്ന ആ സമയത്താണ് ഈ പാർട്ട്നേഴ്സിൽ ഒരാൾ ഗവൺമെൻറ് സൈറ്റ്സ് ഹാക്ക് ചെയ്ത് തൻ്റെ നെക്സൽ സുഹൃത്തുക്കളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ കേസിൽ സത്യം പറഞ്ഞാൽ സാമിനൊരു പങ്കുമില്ല. പക്ഷേ കമ്പനിയുടെ പാർട്ട്ണർ ആയതുകൊണ്ട് സാമും വിട്ടു, കമ്പനിയും പോയി. ആ കേസ് ഇപ്പോഴും ഓൺഗോയിങ് ആണ്. പക്ഷെ സാമിൻ്റെ പ്രൊഫഷനും കരിയറും എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതാ സാമിൻ്റെ മോളും. അതുകൊണ്ട് അയാൾ എങ്ങനെയൊക്കെ ആയിരിക്കും റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല സർ. എടാ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. നിന്നെ ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു. ശരിയാണ്, നീ അത് വിട്. എടാ, ഈ ഡ്രഗ്സ് കാരണം നശിച്ച ഒരുപാട് ജീവിതങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയണേ. ആ വക ശീലങ്ങൾ നമുക്ക് വേണ്ട ഫിലിപ്പേ. എടാ, നിന്റെ പ്രായം ഇതായതുകൊണ്ടാണ് ഞാൻ പറയാം. കഴിഞ്ഞ ഒരു വർഷമായി ഐറിൻ സാമുവൽ അന്വേഷണം നടത്തിയിരുന്ന മനുഷ്യാവകാശ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ ആന്റണി സേവ്യറാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ആന്റണിയെ ഇതിനോടകം അന്വേഷണത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഒരു മിനിമം ക്വാളിറ്റി വേണം. എന്നാൽ ഇതിലേക്ക് സംഭവിച്ചിട്ടും ആന്റണി സേവ്യർ സർവീസിൽ തുടർന്നത് അയാളുടെ ഉന്നതങ്ങളുടെ സ്വാധീനത്തിന്റെ തെളിവാണെന്ന് കരുതിയിരിക്കുന്നു.
ഫിലിപ്പി ആ കോൾ എടുക്കടാ. എത്ര നേരമായി പുള്ളി വിളിക്കണേ? അത് നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, ഇമ്പോർട്ടൻ്റ് അല്ല. എടാ ഇങ്ങനെയൊക്കെ വിളിക്കാൻ ഒരാളില്ലാണ്ടാവണം നിനക്ക് എൻ്റെ വില മനസ്സിലാവുള്ളൂ. വില മനസ്സിലാവുള്ളൂ. എടാ നിനക്ക് അയാളുടെ സ്വഭാവം നിനക്കറിയോ? എടാ അതല്ല. നിനക്കറിയോ? ഇല്ല, പക്ഷെ അങ്ങനെയല്ല. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അപ്പനല്ലേ. ആളെങ്ങനത്തെ ആളെ വേണമെങ്കിലും ആയിക്കോട്ടെ, അവസാനം ഒരു പ്രശ്നം വരുമ്പോൾ അയാൾ മാത്രമേ കാണുള്ളൂ. നിനക്ക് മനസ്സിലാവണം. വിട്ടേക്ക്. ഐറിൻ സാമുവൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാലടി സർക്കിൾ ഇൻസ്പെക്ടർ ആന്റണി സേവ്യറെ തുടർച്ചയായി 2 മണിക്കൂറോളം ചോദ്യം ചെയ്തുവെന്ന സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. CI ആന്റണി സേവ്യർക്കെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആന്റണി സേവ്യറുടെ പല മൊഴികളിലും വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നും വിവരങ്ങൾ നീ കഴിച്ചു കഴിഞ്ഞോ? വേണ്ടപ്പാ, എടുത്ത് കഴിക്കടാ. ഈ പരിപ്പ് കൂട്ട്. എപ്പോഴും അങ്ങനെ നോൺ വെജ് കഴിക്കുന്ന അത്ര നല്ലതല്ല. സാറേ, ഈ കഴിഞ്ഞ മാസം ഇടിവെട്ടി പോയതൊക്കെ പിന്നൊന്നും ശരിയാക്കാൻ പറ്റിയിട്ടില്ല. സർ, ഐറിൻ്റെ കൊലപാതകം നടന്നു എന്ന് പറയുന്ന സമയത്തിന് ശേഷം ആ പെട്രോൾ പമ്പിലെ CCTV വഴി കടന്നുപോയ വാഹനങ്ങളെല്ലാം ഞാൻ ചെക്ക് ചെയ്തിരുന്നു സർ. അതിൽ ദേ രാജീവിൻ്റെ കാർ. DNA റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല സാർ. നമ്മുടെ പ്രൈം സസ്പെക്ട് രാജീവ് സംഭവം നടന്ന ദിവസം മുതൽ ഇതുവരെ മിസ്സിംഗ്. അൺഫോർച്ചുനേറ്റ്ലി വി കുഡ്ന്റ് ഫൈൻഡ് ഹിം യെറ്റ്. സർ, ഐ ഫീൽ ആരോ അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിൽ മൊത്തം 5 സുമോട്ടോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാർ. 5 185 ആണ് സാർ. പിന്നെ MV പെറ്റി 16, കോമ്പൗണ്ട് എമൗണ്ട് 3000, 5 വാറണ്ടി ഇഷ്യൂ ചെയ്യുന്നുണ്ട് സാർ. ഇന്ന് കാലടി ടൗണിൽ വൈകിട്ട് 4 മണിക്കൊരു സമ്മേളനമുണ്ട്. അത് പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. മറ്റു വിശേഷങ്ങളൊന്നുമില്ല സാർ. ഗുഡ് ഡേ സാർ. ഓവർ. ഓക്കെ, ഗുഡ് ജോബ്. ബാക്കി പെൻഡിങ് കേസുകളിലൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. ഇൻസ്ട്രക്ഷൻ ക്ലിയർ ആണ് സാർ. ഓവർ. ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ്ങാ. വിദ്യ, സർ. ആ പെൻഡിങ് കേസുകൾ ക്ലിയർ ആക്കി SP എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് എനിക്ക് ആ ലിസ്റ്റ് വേണേ. യെസ് സർ. ചായ ഉണ്ടോ? ആ ഉണ്ട് സർ. വേണ്ട, ഞാൻ എടുത്തോളാം. നിങ്ങൾ ഇരി. അപ്പാ വാ, ചെക്ക് കൊടുത്ത നീ. ജോണി സാറേ, ഇവന്റെ സിവിൽ എന്തായി? എന്തായിടാ? പ്രിലിംസ് കഴിഞ്ഞു, ഇനി മെയിൻസ് എഴുതണം. നീ ഇതേ ആ മാനേജറെ കയ്യിൽ കൊടുക്ക്. പുള്ളി ഞാൻ വിളിച്ചു പറയാം. ശരി. കവറിലിട്ട് പാടാ. ഈ കാര്യത്തിൽ എനിക്ക് ജോണിയോട് ഭയങ്കര അസൂയ. ഇത്രയും അനുസരണമുള്ള കുട്ടികളെ ഈ കാലത്തും കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റും ജോണി സാറിനാണ് കേട്ടോ. അവൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എപ്പോഴും അവന്റെ പുറകെ തന്നെ ഉണ്ടാവും. സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിടിക്കേണ്ട സമയത്ത് നമ്മളവരെ പിടിക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. സർ, രാജീവിന്റെ നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ അയക്കാം. താങ്ക് യു.